ഇന്ന് ശർക്കര വരട്ടിയതും പിന്നെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ശർക്കര വരട്ടി തയ്യാറാക്കാൻ ഒരു വക മൂത്ത പച്ചക്കായാണ് വേണ്ടത്. കുറച്ച് പഴുക്കാറായ പച്ചക്കായി. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചക്കായി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലി കഴിഞ്ഞ് കഴുകിയെടുക്കണം. കഴുകി നല്ല തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അധികം നേരിയതായിട്ടല്ല, ഇതേപോലെ മുഴുവനും കട്ട് ചെയ്തെടുക്കാം. പച്ചക്കായൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് മെൽട്ടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ കായ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി ഇളക്കിയെടുക്കുക. കുറച്ച് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്ക് അതിൻ്റെ അകത്ത് കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ശർക്കര വരട്ടി ആയതുകൊണ്ടാണ് പച്ചവെള്ളം ചേർക്കുന്നത്. അല്ലാത്ത വറുത്ത കായ്ക്കാണെങ്കിൽ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളമാണ് ചേർത്ത് വെക്കേണ്ടത്. ഇങ്ങനെ എടുത്തിടുമ്പോഴേക്ക് തന്നെ നല്ലൊരു സൗണ്ട് വരും. കായ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന കായും കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ശർക്കര വരട്ടിക്ക് വേണ്ട കായ റെഡിയായി. ഇനി തണിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ഇത് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഉപ്പേരി തയ്യാറാക്കേണ്ട കായ കട്ട് ചെയ്തെടുക്കാം. ഉപ്പേരിക്ക് ഇതുപോലെ നെടുകെ 4ആയി മുറിച്ച് നേരിയതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഉപ്പേരിക്കുള്ള കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഒട്ടിപ്പിടിക്കാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുത്ത് നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇവിടെ ഉപ്പേരിയും റെഡിയാക്കി വെച്ചു.
ഇനി നമുക്ക് ശർക്കര വരട്ടി റെഡിയാക്കി വെക്കാം. ഇനി ശർക്കര ഞാൻ മെൽട്ടാകാൻ വെച്ചിട്ടുണ്ട്. ഇതാ ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലൊഴിച്ച് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി വെക്കുക. അധികം വരട്ടിയെടുക്കാൻ പാടില്ല, ഒരു നൂൽ പരുവം, അധികം വരട്ടാൻ പാടില്ല. അപ്പോൾ ശർക്കര ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ശർക്കര വരട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിപ്പൊടി, ഏലക്കായ പൊടി, പിന്നെ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിയും ഉപ്പേരിയും ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.